എല്ലാ ദിവസവും തന്നെ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തി നമുക്ക് എളുപ്പമായി. ചുമ്മാ അവിടെ ഇരുന്ന് കൊടുത്താൽ പോരെ 1 മണിക്കൂർ. അത് 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടി ഉണർന്നിരിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് ചോദിച്ച യേശുവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനങ്ങ് ചിന്തിക്കുക. അപ്പോൾ 61 മിനിറ്റ് വാച്ച് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അത് ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം വല്ലപ്പോഴും. അപ്പോൾ ഇന്നെങ്ങാനും എനിക്ക് 61 മിനിറ്റ് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ 50 മിനിറ്റേ പറ്റുള്ളൂ. അപ്പോഴേക്കും 12 മണിയായി രാത്രി. വേറെ മാർഗ്ഗമില്ല. സമയം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് ഞാൻ കണക്കൂട്ടി 11 മിനിറ്റ് കണക്കൂട്ടി പിറ്റേ ദിവസം 71 മിനിറ്റ് 72 മിനിറ്റ് അല്ലെങ്കിൽ 71 മിനിറ്റ് ഇരിക്കുന്ന, അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു അന്ധവിശ്വാസമായിട്ട് ചിലർ പറയും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസം തന്നെയാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി. അതുമാതിരി തന്നെ നമ്മുടെ എല്ലാ അച്ഛന്മാരെയും അത് ഒരു തലയ്ക്കുന്ന്. ഇപ്പോൾ ടിനോ അച്ഛനാണ് ഹോസൂര്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും മാതാവ് ടിനോ അച്ഛന് വേണ്ടി ഈശ്വരപ്പകൽ മാധ്യസ്ഥം വഹിക്കുന്ന ഓരോരുത്തരും മനസ്സിൽ കണ്ടുകൊണ്ട്, അത് കഴിഞ്ഞ് അപ്പുറത്ത് സ്റ്റാൻലി അച്ഛൻ, അങ്ങനെ ആ ഓർഡറിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും ദിവസവും. എനിക്കൊന്നും അതുകൊണ്ടൊക്കെയാണ് ഇവിടെ അച്ഛന്മാരെല്ലാവരും നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ പോകാൻ സാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു.